ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കാവേരി എഞ്ചിൻ അതിനിർണായക പരീക്ഷണത്തിന് ഒരുങ്ങുന്നു. എഞ്ചിനെ വിമാനത്തിൽ ഘടിപ്പിച്ച് അതുപയോഗിച്ച് നടക്കുന്ന പറക്കൽ പരീക്ഷണമാണ് അടുത്തത്. ഗ്രൗണ്ട് ടെസ്റ്റുകളിൽ പ്രതീക്ഷ ഉണർത്തുന്ന പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് സുപ്രധാനമായ ഫ്ലൈറ്റ് ട്രയൽ നടക്കാൻ പോകുന്നത്. റഷ്യയിൽ വെച്ചാകും പരീക്ഷണം. റഷ്യൻ വിമാനമായ ഇല്യൂഷൻ 276 വിമാനത്തിലാണ് കാവേരി എഞ്ചിൻ ഘടിപ്പിക്കുക. 1 മാസം നീളുന്ന പരീക്ഷണമാണ് നടക്കുക. നിലവിൽ 140 മണിക്കൂറോളം പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിൽ 70 മണിക്കൂറും എഞ്ചിൻ വികസിപ്പിച്ച ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിൽ തന്നെയാണ് നടത്തിയത്. എഞ്ചിന്റെ ആൾട്ടിറ്റ്യൂഡ് പരീക്ഷണങ്ങൾ റഷ്യയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മോട്ടോർസിലാണ് നടത്തിയത്. എഞ്ചിനെ 40,000 അടി ഉയരത്തിലെത്തിച്ചുള്ള പറക്കൽ പരീക്ഷണമാണ് ഇനി നടത്തുക. എഞ്ചിന്റെ പ്രവർത്തനക്ഷമത, ത്രസ്റ്റ് എന്നിവയാകും പരിശോധിക്കുക. ഇല്യൂഷൻ 276 മോഡൽ വിമാനത്തിന് 4 എഞ്ചിനുകളാണ് ഉള്ളത്. ഈ 4 എഞ്ചിനുകളിൽ ഒന്ന് മാറ്റി പകരം കാവേരി എഞ്ചിൻ സ്ഥാപിച്ചതിന് ശേഷമാണ് പരിശോധനകൾ നടത്തുക. എഞ്ചിന്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഫ്യൂവൽ സംവിധാനങ്ങൾ എത്രത്തോളം കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇതിലൂടെ വിലയിരുത്താം. വിമാനം പറക്കുമ്പോൾ ഈ വിവരങ്ങളെല്ലാം തത്സമയം റെക്കോർഡ് ചെയ്യുകയും ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് വിശകലനത്തിന് കൈമാറുകയും ചെയ്യും. പരീക്ഷണത്തിന് മുന്നോടിയായി വിമാനത്തിന്റെ സംവിധാനങ്ങളോട് ചേർന്ന് കാവേരി എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ടാക്സി ട്രയൽ ചെയ്ത് നോക്കും. വിമാനത്തിനെ റൺവേയിലൂടെ ഓടിച്ചു നോക്കിയാണ് ഈ പരിശോധന നടത്തുക. ഇതിൽ എഞ്ചിന്റെ പ്രവർത്തനം തൃപ്തികരമാണെങ്കിൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. യഥാർത്ഥ സാഹചര്യത്തിൽ എഞ്ചിൻ പ്രവർത്തനം തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്താൻ ഫ്ലൈറ്റ് ട്രയൽ വിജയകരമായി പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ കാവേരി എഞ്ചിൻ പൂർണ്ണതോതിൽ ഉൽപ്പാദിപ്പിച്ച് അക്കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാനാവൂ. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ ഭാവി വികസനത്തിൽ ഇത് നിർണായകമാണ്. യാത്രാ വിമാനങ്ങളെ അപേക്ഷിച്ച് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ വികസിപ്പിക്കുന്നത് അതിസങ്കീർണമായ ജോലിയാണ്. കടുത്ത പ്രതിസന്ധിയിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കണമെന്നതും ഉയർന്ന വേഗത നിലനിർത്താൻ സഹായിക്കണമെന്നതും ഇത്തരം എഞ്ചിനുകളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്. യാത്രാ വിമാനങ്ങൾ നിശ്ചിത പാതയിൽ കൂടി പറക്കുന്നവയാണ്. അവയ്ക്ക് വളരെ പെട്ടെന്ന് തിരിഞ്ഞു മറിഞ്ഞ് പറക്കേണ്ട ആവശ്യകത ഒട്ടും തന്നെയില്ല. എന്നാൽ യുദ്ധവിമാനങ്ങളുടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. യുദ്ധവിമാനത്തിന്റെ ഭാരത്തിനനുസരിച്ചുള്ള ത്രസ്റ്റ് ഓരോ സമയത്തും കൃത്യമായി ഉറപ്പുവരുത്തണം. അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ചേർന്ന് ജ്വലിപ്പിച്ച് അതിശക്തമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണ് വിമാന എഞ്ചിനുകൾ ചെയ്യുന്നത്. നിലവിലെ വിലയിരുത്തൽ പ്രകാരം ആഫ്റ്റർ ബർണർ ഇല്ലാതെ 49 മുതൽ 51 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് വരെ കാവേരി എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഘാതക് ഡ്രോണിന് ഇത്തരം ശേഷിയുള്ള എഞ്ചിൻ പര്യാപ്തമാണ്. 13 ടണ്ണാണ് ഘാതക് ഡ്രോണിന്റെ ഭാരം. ആഫ്റ്റർ ബർണർ ഉപയോഗിച്ചാൽ 73 മുതൽ 75 കിലോ ന്യൂട്ടൺ വരെയുള്ള ത്രസ്റ്റ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇത് തേജസ് വിമാനത്തിന് പര്യാപ്തമായ നിരക്കാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യയിലെ പരീക്ഷണം വിജയിച്ചാൽ എഞ്ചിൻ ഉൽപ്പാദനം ആരംഭിക്കാനുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടക്കും.